അസാധുവാക്കിയത് സാധുക്കളെയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി എം തോമസ് ഐസക്, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിയെ സംസ്ഥാന സർക്കാർ, ധനമന്ത്രി എന്ന നിലയിൽ താങ്കൾ വിമർശിക്കുന്നതും എതിർക്കുന്നതും? ആരും ഇവിടെ കള്ളപ്പണക്കാരെ വേട്ടയാടുന്നതിലല്ല. അവരെ പിടിക്കണം, ശിക്ഷിക്കണം, എല്ലാം ചെയ്യാം. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാമല്ലോ. രണ്ടര ലക്ഷ്യം. ഒന്ന്, കള്ളനോട്ടുകൾ പിടിക്കണം. ഇത് അർദ്ധരാത്രി ഇന്നലെ മുതൽ റദ്ദാക്കാതെ ഡിസംബർ 30-നുള്ളിൽ 500-ൻ്റെ 1000-ൻ്റെ നോട്ടുകളെല്ലാം പുതിയ നോട്ടുകളെ മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടുകാരൊക്കെ ഔട്ട്. ആരെങ്കിലും ഒന്ന് കള്ളനോട്ട് തരുമോ? ആ കള്ളനോട്ടുകാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ അർദ്ധരാത്രി പ്രഖ്യാപിക്കേണ്ട. ഇനി കള്ളപ്പണത്തിന് സിംഹഭാഗവും ഈ വലയത്തിൽ വരത്തില്ല. എങ്കിലും കുറച്ച് പേര് നോട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. അവിടെയും അർദ്ധരാത്രി റദ്ദാക്കിയെങ്കിലും അവർക്ക് ഡിസംബർ 30 വരെ സമയമുണ്ട്. ഇത് വേണമെങ്കിൽ ബിനാമി പലരും വഴിയായിട്ട് പുതിയ പണമാക്കി മാറ്റാൻ. ഇത്ര തന്നെ ആനുകൂല്യം 30-ാം തീയതി വരെ സമയം കൊടുത്തില്ലെങ്കിൽ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടിരിക്കുന്ന 2 ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഈ പൊടുന്നതിനെ അർദ്ധരാത്രി ഇങ്ങനെ നോട്ടുകൾ ഡിമോണിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ചില്ലറയാണോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ? ഇന്നെന്താ ഫോൺ വിളികൾ വന്നുകൊണ്ടിരുന്നതെന്നറിയോ? ആശുപത്രികൾ എടുക്കുന്നില്ല, ചെയ്യുന്നില്ല. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 30 ആവും കാര്യങ്ങൾ സാധാരണഗതിയിലാവാൻ. അതിനിടയിൽ ഈ പണത്തിൻ്റെ ദൗർലഭ്യം, അതിൻ്റെ ക്രമീക്കം കുറയുന്നത്, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് സാമ്പത്തിക മാന്ദ്യവും രൂക്ഷവും. ഇതുകൊണ്ടാണ് എതിർക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഈ അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വിപ്ലവകരമെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ നടപടി കൊണ്ട് ഫലപ്രദമാകില്ല എന്നാണ് ശ്രീ തോമസ് ഐസക് പറയുന്നത്. ശരിയല്ലേ? അല്ല, കള്ളപ്പണം പിടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെ കള്ളനോട്ട് പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. ശ്രീ ജേക്കബ് പുന്നോസ് കേരളത്തിൻ്റെ DGP ആയിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം വൈറ്റ് മണി കേരളത്തിലുണ്ടോ അത്രമാത്രം ബ്ലാക്ക് മണിയുമുണ്ട്. 50 ലക്ഷം കോടി രൂപ ഒരു വർഷം കേരളത്തിൽ ബ്ലാക്ക് മണി ആയിട്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിൽ എന്തെങ്കിലും നടപടിയിലൂടെ അത് തടയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും തോമസ് ഐസക്കിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രസ്താവനയാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇത്രയും കടുത്ത ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഒരു സാമ്പത്തിക വിദഗ്ധനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണം, അതുപോലെ കള്ളനോട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും അവരുടെ സർക്കാർ തന്നെ പ്രിൻ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കള്ളപ്പണം നമുക്കറിയാം, കൽക്കട്ടയിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരൻ്റെ വീട്ടിൽ നിന്നും 20 കോടി രൂപയാണ് CBI പിടിച്ചത്, ഒരു ചെറിയ വീട്ടിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് പണമായിട്ട് അല്ലെങ്കിൽ രൂപയായിട്ട് കള്ളപ്പണം സൂക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ശ്രീ തോമസ് ഐസക് പറഞ്ഞു, ഇപ്പോൾ ഡിസംബർ 30 വരെയും സമയമുള്ളത് കൊണ്ട് ബിനാമി പണമായിട്ടത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന്. ഇത്രമാത്രം കരുതലെടുത്തിട്ടും ശ്രീ തോമസ് ഐസക് പറയുന്നത് അത് വീണ്ടും കള്ളപ്പണമായിട്ട് അല്ലെങ്കിൽ ബിനാമിയിലൂടെ മാറ്റാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാണ് എങ്കിൽ സർക്കാർ ഈ നടപടി സ്വീകരിക്കാതെ അദ്ദേഹം പറയുന്ന പോലെ 2-3 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ കള്ളപ്പണവും കള്ളനോട്ടുമെല്ലാം വൈറ്റായിട്ട് മാറില്ലേ? അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. ജനങ്ങൾ പറയുന്നുണ്ട്, സമ്മതിക്കുന്നു, ഈ ദിവസം ഇന്ന് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ജനങ്ങളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്
രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു മാസം 3 ബന്ദ് നടക്കുന്ന കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടായി എന്നാണ് പറയുന്നത്. രോഗികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ മേലാത്ത 3 ദിവസം ഉണ്ടാകുന്ന കേരളത്തിൽ, അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഈ പരാതി പറയുന്നത് വിചിത്രമായിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി കുറച്ചൊക്കെ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അത് കുത്തിയിളക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾ തീർച്ചയായിട്ടും നടപടിക്ക് അനുകൂലമാണ്. ശ്രീ വി കെ വിജയകുമാർ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി ഏതൊക്കെ തരത്തിലാണ് ഗുണകരമാകുക? ഇത് ഏറ്റവും ഗുണകരമാകാൻ പോകുന്നത് സമ്പദ് വ്യവസ്ഥയെ ഫോർമലൈസ് ചെയ്യാൻ പോകണു എന്നുള്ളതാണ്. പാരലൽ ഇക്കോണമീനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് കുറച്ചിട്ട് അത് വളരെ സുതാര്യമായിട്ടുള്ള ഫോർമൽ ഇക്കോണമീൻ്റെ ഭാഗമാക്കാൻ പോകണു എന്നുള്ളതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏകദേശം 25 തൊട്ട് 28% വരെ ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയാണെന്നുള്ളതാണ് പല കണക്കുകൾ. ഇതൊക്കെ എസ്റ്റിമേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു $500 ബില്യൺ സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ട്. അത് മാറിയിട്ട് കൂടുതൽ ഫോർമൽ ഇക്കോണമിയായി മാറും. ഫോർമൽ ഇക്കോണമിയായി മാറുന്നതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും സാമ്പത്തികത്തെ അടുത്ത കുറച്ച് മാസങ്ങളിൽ തോമസ് ഐസക് പറഞ്ഞ പോലെ കുറച്ചുകൂടെ വ്യാപാരം കുറയും, സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറയും, ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ കുറഞ്ഞു എന്ന് വരാം, തർക്കവുമില്ല. പക്ഷെ അത് നല്ലതാണ്. തൽക്കാലത്തേക്ക് 3 മാസത്തേക്കോ 4 മാസത്തേക്കോ കുറഞ്ഞാലും വരുന്ന വർഷങ്ങളിൽ വളരെ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനെ നമ്മളൊരു ഇക്കോണമീനെ ക്ലീൻസ് ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് മാത്രം കണ്ടാൽ പോലെ ദിസ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഫോർ നേഷൻ ബിൽഡിംഗ്. കാരണം ഇന്ന് ലോകത്തിൽ തന്നെ ഈ തരത്തിലുള്ള കള്ളപ്പണം, മയക്കുമരുന്നുകൾ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഭീകരവാദത്തിൻ്റെ സ്പ്രെഡിന് വേണ്ടി ഉപയോഗിക്കുന്ന നമുക്ക് അനുഭവമുള്ളതാണ്. പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഗ്ലോബലി ഇന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പണ്ടൊക്കെ തന്നെ ഇവിടുത്തെ കയറ്റുമതിക്കാർ അവരുടെ എക്സ്പോർട്സിനെ ശരിക്കുള്ള വാല്യൂവിനേക്കാളും കുറവ് കാണിക്കും, ഇമ്പോർട്ട്സിനെ ഓവർ ഇൻവോയ്സ് ചെയ്യും, ശരിക്കുള്ളതിനേക്കാളും കൂടുതൽ കാണിക്കും. ഈ പണം പുറമേ വിദേശത്ത് നിന്ന് വാങ്ങിക്കും, അത് പിന്നെ ലെയ്ച്ചൻസ്റ്റൈനിലും സ്വിസ് ബാങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. കാരണം G20 അതിനൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇന്ത്യയിലും ആഭ്യന്തരമായിട്ടും ഇപ്പോൾ GST വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടാക്സ് ഇവേഷൻ സാധ്യമല്ല. ഞാൻ ഒരു 30 സെക്കൻഡിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു 10 കൊല്ലം മുമ്പ് തൃശ്ശൂരിലൊരു വ്യാപാരിൻ്റെ ഓഫീസിൽ ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. ആ റെയ്ഡിൽ പിടിക്കപ്പെട്ടത് എത്രയറിയോ? അയാളുടെ 2 വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഒരു വാട്ടർ ടാങ്കിൽ ചാക്കുകളിൽ 500ൻ്റെയും 1000ൻ്റെയും നോട്ട് കെട്ടുകളാണ്. അപ്പോൾ കള്ളപ്പണം നോട്ട് കെട്ടായിട്ടല്ല സൂക്ഷിച്ച് വെക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. തൃശ്ശൂരിലെ ചെറുകിട ഒരു സ്ഥലമാണല്ലോ തൃശ്ശൂർ. അവിടെ ഉണ്ടായിട്ടുള്ളതാണ് വാട്ടർ ടാങ്കിൽ മുഴുവനും 500ൻ്റെയും 1000ൻ്റെയും ചാക്കുകൾ ആ തരത്തിലുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. GST വരുന്ന സമയത്ത് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടണം, അപ്പോൾ ടാക്സ് കംപ്ലയൻസ് കൂടും. അങ്ങനെ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും കൂടുതൽ ടാക്സ് കംപ്ലയൻസിലേക്ക് ഇത് നയിക്കും, സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കും, രാജ്യത്തിന് ശരിയായ രീതിയിൽ നയിക്കും. പിന്നെ ജനങ്ങളുടെ അസൗകര്യം ശരിയാണ്, ജനങ്ങൾക്ക് അസൗകര്യമുണ്ട്. അസൗകര്യം മാത്രമല്ല, ബുദ്ധിമുട്ടുകളുണ്ട്. കല്യാണത്തിനൊക്കെ വേണ്ടി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഹ്രസ്വകാല ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. അത് നമ്മൾ സഹിക്കാൻ തയ്യാറാവണം. ഹർത്താലൊക്കെ വരുന്ന സമയത്ത് ആശുപത്രിയിലും പോകാണ്ടതൊക്കെ നമ്മൾ സഹിക്കുന്നതല്ലേ, നിരുത്തരവാദപരമായിട്ടുള്ള ഹർത്താലുകൾ പോലും. അപ്പോൾ ഹ്രസ്വകാലത്തേക്കുള്ള ഈ ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കുക. അത് ഷോർട്ട് ടേം പെയിൻസ് ബട്ട് ലോങ് ടേം ഗെയിൻസ്. അതാണ് ലോങ് ടേമിൽ വലിയ ഗെയിൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഹ്യൂജ് ഗെയിൻസിന് വേണ്ടിയിട്ടുള്ള ചെറുതായിട്ടുള്ള സാക്രിഫൈസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു മീഡിയം ടു ലോങ് ടേമിൽ ഇതിൻ്റെ വലിയ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ശ്രീ തോമസ് ഐസക്, ആദ്യം 2 ചെറിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതിനുശേഷം അങ്ങേക്ക് ഈ 2 അതിഥികളും പറഞ്ഞ പല കാര്യങ്ങളിലുമുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യാം. ഒന്നാമതായി ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കള്ളപ്പണക്കാർക്ക് ബിനാമി ഇടപാടിലൂടെ ഇത് വെളുപ്പിക്കാൻ കഴിയുന്നു, ഡിസംബർ വരെ സമയം നീട്ടിക്കൊടുക്കുക വഴി, അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് അങ്ങ് പറയുമ്പോൾ എന്താണ് ഇതിനൊരു പോംവഴിയായി പറയാനുള്ളത്? എൻ്റെ വാദം വളരെ ലളിതമാണ്. ഇത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഡീമോണിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഒരു 2 മാസത്തെ സാവകാശം കൊടുത്ത് ഡീമോണിറ്റൈസ് ചെയ്താലും ഫലം ഒന്ന് തന്നെയായിരിക്കും. ദിസ് ഇസ് ഓൾ. ഇതിങ്ങനെ ഞാനൊന്ന് പറയുമ്പോൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓരോ വാദവും പറയാം. നമുക്ക് എന്നിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. എൻ്റെ ആദ്യത്തെ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളനോട്ട് പിടിക്കലാണ്. ശരിയാണ്, കള്ളനോട്ട് മുഴുവൻ പിടിക്കണം. അതിനിപ്പോൾ ചെയ്തിരിക്കുന്നത്
ഇന്നലെ പാതിരാത്രി മുതൽ 500,000 രൂപ നോട്ടുകളെല്ലാം ഡീമോണിറ്റൈസ് ചെയ്തു. അതോടുകൂടി ഈ കയ്യിലുള്ള 500 രൂപയുടെ നോട്ടുകൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയ നോട്ടുകൾ വാങ്ങണം. ഈ കള്ള നോട്ടുകാർക്ക് വരാൻ പറ്റില്ല, അവർ പോയി. നിങ്ങൾ അടുത്ത ഡിസംബർ വരെ സമയം കൊടുത്താലും ഇത് തന്നെയല്ലേ സംഭവിക്കുക? കള്ള നോട്ടുകാരൻ വന്ന് ബാങ്കിൽ വന്ന് പുതിയ നോട്ട് ചോദിക്കുമോ? അപ്പം അതുകൊണ്ട് ഞാൻ പറയും, ഇത് ഡിസംബർ വരെ സമയം കൊടുത്തിരുന്നെങ്കിൽ സാധാരണക്കാർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, ലക്ഷ്യവും കൈവരിക്കാൻ വരുന്നു. കള്ളപ്പണത്തിൻ്റെ കാര്യം വേറെടുക്കാം. കള്ള നോട്ട് സംബന്ധിച്ച് എൻ്റെ വാദം ഇവർ രണ്ടുപേർക്കും എന്താ പറയാനുള്ളത്? ശ്രീ ജോർജ് കുര്യൻ, കള്ളനോട്ടിൻ്റെ കാര്യത്തിലെങ്കിലും ഈ സാവകാശം കുറെ കൂടി കൊടുക്കുക വഴി എന്ത് വ്യത്യാസമുണ്ടാകും? കള്ളപ്പണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതാണ് അതിൻ്റെ അകത്ത് തോമസ് ഐസക് സാറ് പറയുന്നതിൻ്റെ അകത്തൊരു വൈരുദ്ധ്യം. അതായത് ഇത് ഫോർത്ത് വിത്തായിട്ട് വിഡ്രോ ചെയ്തില്ല എങ്കിൽ, ഇത് പിൻവലിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഈ പണം കള്ളനോട്ട് മാർക്കറ്റിൽ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 500 രൂപയും 1000 രൂപയും പിൻവലിക്കാതെ 3 മാസം, അതായത് ഞങ്ങൾ ഡിസംബർ 30 വരെയും നിങ്ങളെ അനുവദിക്കുന്നു ഇത് വിനിയോഗിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കള്ളനോട്ടുകാർ ഇത് മാർക്കറ്റിൽ ഉപയോഗിക്കും. നമുക്കറിയാം ഇത് മാർക്കറ്റിലാണല്ലോ ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുഴപ്പത്തിലാവില്ലേ? അതേ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻവലിക്കുന്നതോടുകൂടി ഇത് ബാങ്കിൽ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കില്ല, വേറൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. കള്ളനോട്ടുകാരൻ ഒരിക്കലും ബാങ്കിലല്ലല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നത്, അവർ മാർക്കറ്റിലല്ലേ ഉപയോഗിക്കുന്നത്. ഈ ഡിസംബർ വരെ നീണ്ടുപോയെങ്കിൽ നവംബർ 30 വെച്ചോ. അങ്ങനെ ചെയ്താലുള്ള ഗുണം ഇന്നലെ രാത്രി മുതൽ ഈ കള്ളനോട്ടും എൻ്റെ കയ്യിലുള്ള നല്ല 1000 രൂപ നോട്ടും ഒരുപോലെയാക്കി നിങ്ങൾ. ഞാനതിൻ്റെ ഫലമായിട്ട് അടുത്ത 2 ആഴ്ച ബുദ്ധിമുട്ടാൻ പോയാൽ ഈ ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമില്ല. ഈ മാർക്കറ്റിൽ ഉപയോഗിച്ചാലും 2 ആഴ്ചയിൽ ഉപയോഗിക്കുള്ളൂ. നിങ്ങൾ 6 മാസമായിട്ട് വോളണ്ടറി ഡിസ്പോസൽ സ്കീം നടപ്പാക്കിക്കൊണ്ടിരുന്നവരല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ നല്ല നോട്ട് അത് ഉപയോഗിക്കുന്നു, സാവകാശത്തിൽ മാറ്റിയെടുക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ കള്ളനോട്ടുകാരൊന്നും വരത്തുമില്ല. ഡിസംബർ 30 എന്നുള്ളത് നവംബർ 30 ആയിക്കോ, എല്ലാം റദ്ദായി, കള്ളനോട്ട് പോയില്ലേ, എൻ്റെ ബുദ്ധിമുട്ടുമില്ല. ഇതല്ലേ നല്ലത്? ശ്രീ ജോർജ് കുര്യൻ, അല്ല, 6 മാസം സമയം കൊടുത്തത് കള്ളനോട്ട് മാറിയെടുക്കാനല്ല, കള്ളപ്പണം, അതായത് നികുതി അടയ്ക്കാത്ത പണം